2010 ഞങ്ങളൊരു അമേരിക്കയ്ക്ക് ഷോയിൽ പോയി. അപ്പോൾ സലീം കുമാറുണ്ട്. അപ്പോൾ ഞങ്ങൾ സിനിമകളെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ സംവിധായകനാവാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതെ, സംവിധാനം ചെയ്യാൻ പോവുകയാണ് ഉടനെ. അതെ. അപ്പോൾ അതിന് ഞാൻ ഒരു സഹസംവിധായകനായിട്ട് കമൽ സാറിൻ്റെ അടുത്ത് നിന്ന് വന്നതിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഒരു സംഭവത്തിൽ നിൽക്കുന്നു. സലീമിനാണെങ്കിൽ അവൻ വേറൊരു സിനിമയുടെ ആളായിട്ടാണ് സംസാരിക്കുന്നത്. ഭരതവാടക കിട്ടിയോ? അതിൻ്റെ ഞാനിനി വേറൊരു എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ രീതിയിൽ ഞാൻ പെട്ടെന്ന് എൻ്റർടൈൻമെൻറ്റ് സിനിമയുടെ ആളായി മാറി. ഞാൻ പറഞ്ഞു, എനിക്ക് ആളുകൾ എൻ്റർടൈൻ ചെയ്യുന്ന സിനിമകളെ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ ഞാനും. അപ്പോൾ ഇവനെ അവൻ കളിയാക്കാണ്, നീ വെറും മിമിക്രി സിനിമയുടെ ആളായി മാറും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും സംവിധായകരായി കഴിഞ്ഞു. മാനസികമായിട്ട് സംസാരത്തിലും പ്രവൃത്തിയിലെല്ലാം സംവിധായകരായിട്ട്. അങ്ങനെ എപ്പോഴോ ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയിട്ട് ഫ്ലൈറ്റ് അമേരിക്കയിൽ ന്യൂയോർക്കിൽ എവിടെ ലാൻഡ് ചെയ്തു. ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ വീൽ ചെയറായിട്ട് 2-3 പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ദൂരം അങ്ങോട്ട് നടക്കണം. അപ്പോൾ സലീം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഉടനെ നോക്കുമ്പോൾ പെട്ടിയിട്ട് വരുന്ന സമയത്ത് കാണുമ്പോൾ വീൽ ചെയറായിട്ട് 2-3 പേര് നിൽക്കണം. അപ്പോൾ സലീം പതുക്കെ നോക്കിയിട്ട് ഇങ്ങനെ. അപ്പോൾ അവർ വീൽ ചെയർ നോക്കിയപ്പോൾ പിന്നെ നമ്മൾ കാണുന്നില്ല. ഇത് ഇങ്ങനെ കാണിക്കണ കണ്ടു, നമ്മൾ നടന്നു പോയി. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ കാണുന്നത് വെച്ചാൽ സലീം വീൽ ചെയറിലിരുന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ എന്നിട്ട് കാണിച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരിഞ്ഞു നോക്കി. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് ആദർശകൻ തിരിഞ്ഞു നോക്കിയിട്ട് സലീമിനെ കണ്ട ഉടനെ, ആ നിന്റെ സിനിമ റിലീസായ ആളുകൾ കാല് തല്ലി ഓടിച്ചു. അതിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സലീമിനൊന്നും പറയാം. സലീം കടിച്ചിട്ട് പോവാ. ഞാൻ ചിരിച്ചുപോയി. കാരണം ഇവന്റെ ഇവൻ ആ ഉറക്കത്തിൽ അവനോടുള്ള രണ്ടെണ്ണം എന്നിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റിൽ. ഞാൻ മിണ്ടാതെ അത്രയും നേരം എനിക്കൊന്നും പറയാൻ പറ്റില്ല. 2 പേരും കൂടി ഇങ്ങനെ ചെവിയിൽ മുട്ട പോലെ എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുവരെ ഞാൻ വേണ്ടിയില്ല. ലാസ്റ്റ് എനിക്ക് ഒരു കച്ചിത്തുരുമ്പ് ദൈവം കൊണ്ടുവന്ന ഒരു സാധനമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നടക്കുക. അപ്പോൾ കുറേ കഴിഞ്ഞ് ഞാനും ഇവനും പോയി അവിടുന്ന് ബാഗേജ് എല്ലാം എടുക്കണം. അവിടെ പോയി നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമാണ്. ഈ വീൽ ചെയർ ഫ്രീ ആയിരുന്നില്ല, പൈസ കൊടുക്കണം. അയാളെ വീൽ ചെയർ കൊണ്ട് അവിടെ ആക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം അവിടെ. അപ്പോൾ അതൊക്കെ കണ്ട് ചിരിച്ച് കുറെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്ത് വന്ന് നിൽക്കും. സെറ്റിൽ ചെയ്തു. അവർ $5 വച്ചിട്ട് ഓടി. അപ്പോൾ അയാൾ പിന്നെ ഇവൻ്റെ ഓട്ടമൊക്കെ കണ്ട് അയാൾ ചിരിച്ചുപോയി. കാരണം പെട്ടിയൊക്കെ പിടിച്ചിട്ട് ഉറങ്ങാൻ. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. ഞാനും സലീമും പുറത്തിറങ്ങി. സലീം ഇങ്ങനെ $5 പോയിൻ്റെ വിഷമത്തിൽ നിൽക്കുക. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ട്രോളി വരിക. ഈ ബാഗ് നിറയെ ബാഗായിട്ട് എല്ലാവരുടെയും ബാഗ് നിറച്ചിട്ട് ഒരു ട്രോളി വരിക. അപ്പം ഞാനിങ്ങനെ പതുക്കെ തിരിഞ്ഞു നോക്കി. അവിടുത്തെ വല്ല പോർട്ടർമാരെ. അപ്പം നമ്മൾ ധാരത് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെ തള്ളി വരിക. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, നിന്റെ സിനിമ റിലീസായ? ഓരോ ആൾക്കാർ ഓരോ ജോലിയിലേക്ക് മാറി എന്ന് പറഞ്ഞിട്ട് സലീമിന് എന്ത് സന്തോഷം എന്നറിയാമോ. പിന്നെ സലീമിൻ്റെ അതിൽ നിന്ന് പോയില്ല എന്ന് മനസ്സിലായത് ഇത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഫ്രീ ആണ്. അതിന് ഞങ്ങൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഷോ കഴിഞ്ഞ് വെടിക്കെട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആളുകൾ തിരിച്ചു പോവുകയാണ്. എല്ലാ ദിവസവും വൈകിട്ട് ലക്ഷക്കണക്കിന് ജനമാണ്. ശരിക്കും ഇങ്ങനെ ഒഴുകുക എന്ന് പറയണ പോലെ. അപ്പം നാദർഷ ആളുകളൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട്, നാദർഷ എൻ്റെ ഗാനമേള കഴിഞ്ഞ ആളുകൾ പോണ പോലെയുണ്ട്. അപ്പോൾ സലീമോട്ടനെ ആദ്യത്തെ പാട്ട് കഴിഞ്ഞ് ഫസ്റ്റ് പാട്ട് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് ആൾക്കാർ പോകുമല്ലോ. അപ്പോൾ ഈ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇക്കൊക്കെ അറിയാലോ. നമ്മളെ സംബന്ധിച്ചിട്ട് ഇക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ഗോഡ് ഫാദേഴ്സ് എന്ന് പറയുന്ന പോലെയാണ്. കാരണം മിമിക്രിയിൽ ഇപ്പോൾ സിദ്ദിഖ് ലാൽ അവർ തുടങ്ങി വെച്ച അരിശ്രീയിലാണ് നമ്മൾ ശരിക്കും വരുന്നത്. അപ്പം അവിടെ ഞങ്ങൾക്ക് ശരിക്കും ആദ്യം തന്നെ ഞാൻ ചെല്ലുമ്പോൾ അശോകേട്ടനും മറീസണ്ണൊക്കെ പറഞ്ഞു വെച്ചാൽ ഇത് സിദ്ദിഖ് ലാൽ തുടങ്ങിയ പ്രസ്ഥാനമാണ്. ഇവിടെ നമ്മൾ ഒരാളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാതിരിക്കുക, പിന്നെ അശ്ലീല തമാശകൾ പറയാം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മിമിക്രിയുടെ ലൈഫ് എൻജോയ് ചെയ്തത് 4.5 വർഷം അരിശ്രീയിലുണ്ടായിരുന്നു. ശരിക്കും പിക്നിക്കിന് പോണ പോലെ ദിവസം ഭയങ്കര രസമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരുടെ കൂടെ ചെയ്തത്.
സാഗറിൽ നാദിർ ഷാ, അബി, ഞങ്ങളൊക്കെ ഒരുമിച്ചുള്ള ഒരു ടീമായിട്ട് അങ്ങോട്ട് നീങ്ങിയത്.